സ്റ്റോക്ക് ഒരുപാടുണ്ടല്ലോ അല്ലേ? ഉണ്ട്, ഒത്തിരി സ്റ്റോക്കുകൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ സോണിയുടെ തന്നെ മിറർലെസ് ക്യാമറകൾ വന്നിട്ടുണ്ട്, സെമി പ്രൊഫഷണൽ ക്യാമറകളുണ്ട്, M3 M4 ആ സീരീസ് ക്യാമറകളൊക്കെ ഒത്തിരി വന്നിട്ടുണ്ട് നമ്മുടെ സ്റ്റോക്ക്. അതായത് ഏകദേശം ഒന്നിൽ കൂടുതൽ സ്റ്റോക്കുകൾ നമുക്കുണ്ട്. ഇപ്പോൾ സ്റ്റാർട്ടിങ് പറയുകയാണെങ്കിൽ സോണിയുടെ ക്രോപ്പ് ബോഡി ആയിട്ടുള്ള 6500 എന്ന് പറയുന്നത് ഇപ്പോൾ നിലവിൽ നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത് 40 റുപ്യ. അതേപോലെ തന്നെ 6.3 വന്നിട്ട് 1650 ലെൻസ് വെച്ചിട്ട് വന്നിട്ടുള്ള 35 രൂപ. അതേപോലെ ZV-10 എന്ന് പറഞ്ഞ മോഡലുണ്ട്, വ്ളോഗിങ് ക്യാമറ. ഇത് വാറണ്ടി പീസാണ്, ഏകദേശം 2-3 പീസോളം നമ്മുടെ ഒരു സ്റ്റോക്ക് ഉണ്ട്. ഇത് 45 രൂപ സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. നമുക്കൊരു 6 മന്ത് അല്ലെങ്കിൽ 2 മന്ത് ഓൾഡ് ഒക്കെ വരുന്നത് 45, 50, 52 ആ റേഞ്ചിൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ പീസ് ZV-10. അതുപോലെ നിക്കോണിന്റെ Z30 എന്ന് പറഞ്ഞ മോഡൽ, അതായത് കണ്ടിന്യൂസ് വീഡിയോ റെക്കോർഡ് ചെയ്യാവുന്ന രീതിയിൽ ഉള്ള മോഡലാണ്. 2 പീസ് ഉണ്ട് അല്ലേ? 2 പീസ് ഉണ്ട്. ഇത് വരവ് കുറവാണ്. ഇപ്പൊ നിലവിൽ നമ്മുടെ 2 പീസ് സ്റ്റോക്ക് ഉണ്ട്. ഇത് വാറണ്ടി പീസ് ആണ് കേട്ടോ. ഇത് ഒരു പീസ് വന്നിട്ട് 45 റുപ്യ, ഒരു 6 മന്ത് ഓൾഡ്, 6 മാസം അല്ലേ? 6 മാസം. ഇത് നമുക്ക് 2 വർഷം കമ്പനി വാറണ്ടി വരുന്നുണ്ട്. അതിന് നമുക്ക് ഏകദേശം 1.5 വർഷം വാറണ്ടി നിലവിൽ ബാലൻസ് ഉണ്ട്. നീറ്റ് പീസ് ഇത് 45. 53 ഇതൊരു പീസ് ഉണ്ട്. ഇത് 2 മന്ത് ഓൾഡ്, ഇതും നീറ്റ് പീസ് ആണ്. ഇത് 52,000 രൂപ. 52 ഷോറൂം കണ്ടീഷൻ ഉണ്ട്. ഇതെല്ലാം നമുക്ക് നിക്കോൺ കമ്പനിയുടെ വാറണ്ടി ഉണ്ട്. പിന്നെ വന്നിട്ട് 65 ഉണ്ട്, 6000 ഉണ്ട്. 6000 നമുക്കൊരു 25,000. 6000 ഇത് 25,000. 25 ഒക്കെ നീറ്റ് പീസ് കേട്ടോ. ഏകദേശം ഒരു 4-5 പീസോ നമ്മുടെ നിലവിൽ സ്റ്റോക്ക് ഉണ്ട്. ക്ലീൻ ആൻഡ് നീറ്റ് പീസുകളാണ്. വിത്ത് 1650 കിറ്റ് ലെൻസോട് കൂടിയിട്ടുണ്ട്. 6000 കാര്യം പറഞ്ഞല്ലേ? 6000. പിന്നെ പ്രൊഫഷണൽ ക്യാമറയിലേക്ക് പോവാണെങ്കിൽ 6.4 നിലവിൽ സ്റ്റോക്ക് ഇല്ല, ഒരു 2 ദിവസത്തിൽ നമ്മുടെ വരും. പിന്നെ വന്നിട്ട് സോണിയിലെ 7M3 ഉണ്ട്. 7M3 വരുമ്പോൾ നമുക്ക് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് 65. ഒരു 12 പീസ് ഉണ്ടല്ലോ അല്ലേ? ഏകദേശം ഒരു 10-15 പീസുള്ള സ്റ്റോക്ക് ഉണ്ട്. 65 രൂപയാണ് സ്റ്റാർട്ടിംഗ് വരുന്നത്. 65 സ്റ്റാർട്ടിംഗ്. ഇതെങ്ങനെയാ നിങ്ങൾ ഇതിന്റെ പ്രൈസ് എങ്ങനെയാ കണക്കാക്കുന്നത്? പ്രൈസ് ഒന്നാമത് നമ്മൾ അതിന്റെ ഷട്ടർ കൗണ്ട് നോക്കും, പിന്നെ സെൻസർ ഡോട്ട് അങ്ങനത്തെ കാര്യങ്ങൾ നോക്കും. പിന്നെ വന്നിട്ട് ബോഡിയുടെ ലുക്കാണ്. ലുക്കിനനുസരിച്ച് വിലയിൽ മാറ്റം വരും. ലുക്ക് കുറയും തോറും പ്രൈസ് ഡ്രോപ്പ് വരും. ലുക്ക് കൂടുന്തോറും ഏകദേശം ഒരു 50-55 റേഞ്ചിലേക്ക് വരും. വാറണ്ടി ഉള്ള പീസുകളൊക്കെ ആണെങ്കിൽ 85 to 95 റേഞ്ചിലേക്ക് 7M3 ബോഡി വരുന്നുണ്ട്, വാറണ്ടി ഉള്ള പീസ്. പിന്നെ 65 നിലവിൽ സ്റ്റാർട്ടിങ് വരുന്നത്. നമുക്കിപ്പോ നിലവിൽ 95 രൂപ നിലവിൽ സ്റ്റോക്ക് ഉണ്ട്. കണ്ടീഷൻ വാറണ്ടിയോട് കൂടിയിട്ട് 95 കാണിച്ചു തരാം. ഇത് നമുക്ക് ഏകദേശം ഒരു 2 വർഷത്തിന്റെ അടുത്ത് വാറണ്ടി ഉണ്ട്. 98 രൂപയാണ് ഇതിന്റെ വില വരുന്നത്. ഇത് 3 വർഷം വാറണ്ടി. സോണി ക്യാമറകൾക്ക് 3 വർഷം വാറണ്ടി. കാനോൺ ക്യാമറകളാകുമ്പോൾ കാനോണും ഇപ്പൊ 3 വർഷം ആക്കിയിട്ടുണ്ട്. അത് 2 വർഷമായിരുന്നു, ഇപ്പൊ 3 വർഷം ആക്കിയിട്ടുണ്ട്. അത് എല്ലാം 2 ഇയർ വാറണ്ടിയാണ്. പിന്നെ നമ്മൾ ഓൺലൈൻ രജിസ്റ്ററിലാണ് 3ാമത്തെ വർഷം വാറണ്ടി കിട്ടുക. ഇത് നീറ്റ് പീസാണ്. 98 രൂപയ്ക്ക് 2 വർഷം വാറണ്ടിയോട് കൂടിയിട്ട് ഇപ്പൊ നിലവിൽ നമ്മുടെ സ്റ്റോക്ക് ഉണ്ട്. അതൊരു പീസാണുള്ളൂ. എത്രയും പെട്ടെന്ന് ബുക്ക് ചെയ്ത് ഞാൻ എത്രയും പെട്ടെന്ന് നമുക്ക് എടുക്കാം. M4 വരണമെങ്കിൽ നമുക്ക് 1.58 ആണ് ഇപ്പൊ നിലവിൽ സ്റ്റോക്ക് ഇരിക്കുന്നത്, നീറ്റ് പീസ്. ഇത് നമുക്ക് ഏകദേശം 1.5 വർഷത്തോളം വാറണ്ടി ഉണ്ട്. ഇതും 0 സ്ക്രാച്ച് പോലത്തെ പീസാട്ടോ. 1.58 എത്ര പീസ് ഉണ്ട് മൊത്തം? നിലവിൽ നമുക്കൊരു 5 പീസോളം സ്റ്റോക്ക് ഉണ്ട്. അത് ഒരു 1.50 to 1.65 വരെ നമ്മുടെ ഇപ്പൊ നിലവിൽ സ്റ്റോക്ക് ഉണ്ട്. വാറണ്ടിക്ക് അനുസരിച്ച് ഇപ്പൊ വരുന്നത് 1.58 നിലവിൽ സ്റ്റോക്ക് ഇരിക്കുന്നത്. 1.5 വർഷത്തിന്റെ മേലെ വാറണ്ടി ഉണ്ട് കേട്ടോ. പിന്നെ സോണിയിലെ 7R3 എന്ന് പറഞ്ഞ മോഡൽ ഉണ്ട്. 7R3 ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ 65 രൂപ. ഇത് സ്റ്റില്ലിന് കൂടുതൽ. അതെ, R സീരീസ് മുഴുവൻ സ്റ്റിൽ സീരീസിന് പോണേ. R3 ആണല്ലേ? R3. R4 വരുന്നുണ്ടോ? R4 നിലവിൽ സ്റ്റോക്ക് ഇല്ല. നമ്മുടെ ലാസ്റ്റ് സെല് ചെയ്ത് 1.30 അല്ലേ? പിന്നെ നിക്കോണിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ Z7 ഉണ്ട്. 7 അല്ലേ? ഇത് ഏകദേശം ഒരു 2 ലക്ഷം രൂപയുടെ മേലെ പുതിയത് വില വരും. ഇത് നമ്മുടെ ഇപ്പൊ ഇരിക്കുന്ന സ്റ്റോക്ക് 1.10 Z7 നീറ്റാണ് കേട്ടോ ഈ മോഡൽ Z7. പിന്നെ നിക്കോണിന്റെ DSLR ഇരിക്കുന്നുണ്ട്. അത് 850 എന്ന് പറഞ്ഞ മോഡലാണ്. വെറും 45,000 ഷട്ടർ അടിച്ച മോഡലാട്ടോ. 850 വെറും 45,000 ഷട്ടർ. നീറ്റ് പീസ്, 0 സ്ക്രാച്ച് ആണ്. ഇത് 1.10 അല്ലേ? വെറും 45,000 ഷട്ടർ. അമേച്ചർ ക്യാമറയാണ് കേട്ടോ. അമേച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വൈൽഡ് ലൈഫ് ഒക്കെ ഉപയോഗിക്കുന്ന ഒരു ചേട്ടൻ്റെ ക്യാമറ. അവരുപയോഗിച്ച ക്യാമറ അല്ലേ? നീറ്റാണ്. 1.10 വില വരുന്നു. 850. ഇനി കാനോണിലേക്ക് പോവുകയാണെങ്കിൽ കാനോണിന്റെ 6D ഉണ്ട്, 6D Mark II ഉണ്ട്. 6D Mark II എത്ര റേറ്റ് വരുന്നത്? 6D Mark II വരുന്നത് ഇപ്പോൾ 45 രൂപ. 45 രൂപ അല്ലേ?
വണ്ണാണെങ്കിലോ? വണ്ണാണെങ്കിൽ നമുക്കൊരു 15 രൂപ തൊട്ട് സ്റ്റാർട്ടിങ്. ഇത് വണ്ണ് വൃത്തിയുള്ള പീസാണോ? ആ, ഇതൊരു 16 രൂപ. 16 രൂപ. 60 മാർട്ട് ആണെങ്കിൽ 45 രൂപ. 45 അല്ലേ? ഇത് നല്ല ക്യാമറയല്ലേ ശരിക്കും? നമുക്ക് ഫുൾ ടച്ച് വൈഫൈ വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ള മോഡലല്ലേ 60 Mark II. അല്ലെങ്കിൽ പിന്നെ M4 ഉണ്ട്, സോറി 5D Mark IV. 5D Mark IV ആണെങ്കിൽ നമുക്കൊരു 43 രൂപ തൊട്ട് സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. 43 തൊട്ട് ഒരു 55 വരെ നിലവിൽ നമ്മുടെ സ്റ്റോക്ക് ഉണ്ട് 5D Mark IV. പിന്നെ 5D Mark III ഉണ്ട്. 5D Mark III നമുക്കൊരു 20-25 ഉള്ളിൽ 5D Mark III നമ്മുടെ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. ഫുൾ ഫ്രെയിം ക്യാമറയാണ്. പിന്നെ EOSRലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ ഇപ്പോൾ നിലവിലിരിക്കുന്നത് ഒരു 60,000 തൊട്ട് നമ്മുടെ ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട്. 60 തൊട്ട് ഒരു 80-85 വരെ നിലവിൽ നമ്മുടെ EOSR സ്റ്റോക്ക് ഉണ്ട് വിത്ത് ഒറിജിനൽ അഡാപ്റ്റർ വെച്ചിട്ട് കേട്ടോ. വിത്ത് ഒറിജിനൽ അഡാപ്റ്റർ. പിന്നെ R6ലേക്ക് പോവുകയാണെങ്കിൽ R6 ഉണ്ട്, R6 II ഉണ്ട്. R6 II വന്നിട്ട് ഒരു 1.5 വർഷം കൂടി വാറന്റിയോട് കൂടിയിട്ട് നമുക്ക് 1.48 വില വരുന്നത്. എത്ര വർഷം? 1.5 വർഷം കൂടി ഇനി വാറന്റി ഉണ്ട്. 1.48 സീറോ സ്ക്രാച്ച് ആണ്. നല്ല നീറ്റ് പീസ് ആണ്. ബോക്സ് ബില്ല് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ R6ലേക്ക് വരികയാണെങ്കിൽ 1 ലക്ഷം റുപ്യ തൊട്ട് 1.15 വരെ നമ്മുടെ സ്റ്റോക്ക് ഉണ്ട്. ഇതൊക്കെ വിത്തൗട്ട് അഡാപ്റ്റർ ഉണ്ട് വരിക. അഡാപ്റ്റർ വേറെ വരും. ഇത് R6 വരുന്ന 1 ലക്ഷം രൂപ തൊട്ട് 1.15 വരെ നമ്മുടെ ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട്. R6 അത് വൃത്തിക്ക് അനുസരിച്ചാണ് അതിന്റെ ഒരു വിലയിൽ മാറ്റം വരുന്നത് കേട്ടോ. ഇതിപ്പോ എന്റെ കയ്യിലിരിക്കുന്ന 1.15 വില. 1 തൊട്ട് നമ്മുടെ സ്റ്റോക്ക് ഉണ്ട്. ഇത് സോണിയുടെ A7S III എന്ന് പറഞ്ഞ മോഡലാണ്. വീഡിയോക്കൊക്കെ ഏറ്റവും കൂടുതൽ സെയിലുള്ള മോഡൽ A7S III. അത്യാവശ്യം നീറ്റുള്ള പീസാണ്. വാറന്റി കഴിഞ്ഞ പീസാണ്. 1.85 ആണ് നമ്മുടെ ഇപ്പോൾ വരുന്ന സ്റ്റോക്ക്. 1,80,000 A7S III. പിന്നെ A9 ഉണ്ട് കേട്ടോ. A9 ഫുൾ ഫ്രെയിം ക്യാമറ. ഇത് വരുന്നത് 75 രൂപ തൊട്ട് നമ്മുടെ ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട്. 75 രൂപ A9. സ്റ്റില്ലും വീഡിയോ യൂസ് ചെയ്യുന്നുണ്ട്. ബോഡി ലുക്ക് കുറച്ച് കുറവാണ്, പക്ഷെ വേറെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഇല്ല. 1 മാസത്തെ വാറന്റി ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. വെറും 75 രൂപ. ഇനി കാനോൺ തന്നെ നമുക്ക് DSLRലേക്ക് വരികയാണെങ്കിൽ അമേച്ചർ ടൈപ്പ് ക്യാമറകൾ വരുന്നുണ്ട്. അത്യാവശ്യം വ്ളോഗിങ്ങിനൊക്കെ പോകുന്ന ക്യാമറ 200D Mark II വിത്ത് ടാമറോന്റെ 18-200 ലെൻസ് വെച്ചിട്ട് 40,000 രൂപ. അതും സീറോ സ്ക്രാച്ച് നീറ്റ് കണ്ടീഷൻ കേട്ടോ. അതിന്റെ മാറ്റ് ലുക്ക് വരെ പോയിട്ടില്ല. പക്കാ നീറ്റ് പീസ്. 18-200 ടാമറോന്റെ ലെൻസ് വെച്ചിട്ട് 40,000 രൂപ. 200D Mark II ഫ്ലിപ്പ് സ്ക്രീൻ വൈഫൈ ടച്ച് കാര്യങ്ങളൊക്കെ വരുന്ന മോഡലാണ്. ഇതിന്റെ ഫസ്റ്റ് വരുന്നുണ്ടോ? ഫസ്റ്റ് 200D നമുക്ക് ഏകദേശം നമുക്ക് നിലവിൽ സ്റ്റോക്ക് ഇല്ല. വരുന്ന വില ഒരു 30,000. അത് കണ്ടീഷൻ അനുസരിച്ച് നമുക്ക് വിലയിൽ മാറ്റം വരും. ഒരു 25 തൊട്ട് നമ്മളിൽ വരാറുണ്ട്. നീറ്റ് ആകുമ്പോൾ ഒരു 30-32 റേഞ്ചൊക്കെ വരും. ഇതെന്താ റേറ്റ് വരുന്നത്? ഇത് വില വരുന്നത് 40 രൂപ. 40,000 രൂപ. ഇത് ടാമറോന്റെ 18-200. ഒറ്റ ലെൻസ് കൊണ്ടെല്ലാം കഴിയൂലേ? അതെ, ഒറ്റ ലെൻസ് ഉണ്ട് അത്യാവശ്യം. പിന്നെ ഒരു 50mm പോർട്രേറ്റ് ലെൻസ് കൂടി ഉണ്ടെങ്കിൽ അത്യാവശ്യം നമ്മുടെ പടങ്ങളും വീഡിയോസ് ഒക്കെ എടുക്കാം. നീറ്റ് ആയതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് മേടിക്കാം. അധികം ഉപയോഗിക്കാത്തൊരു ക്യാമറയാണ്. കംപ്ലൈന്റും കാര്യങ്ങളൊന്നും ഇല്ല. ഫ്ലാഷ് എല്ലാം ഒക്കെ വർക്കിംഗ് ആണ്. 80D ഉണ്ടോ? സ്റ്റോക്ക് വരുന്നുണ്ടോ? 80D ഉണ്ട്. 80D നമുക്ക് വരുന്നത് കുറച്ച് വില കൂടുതലാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പുറത്തുനിന്ന് വന്നിട്ടുള്ള പീസാണ്. ഇത് ഷോറൂം കണ്ടീഷനാണ്. അതിന്റെ എന്താ പറയാ, ഒരു മുട്ടുസൂചന പാട് പോലും ഇല്ലാന്ന് വേണമെങ്കിൽ പറയാം. അത്ര നീറ്റ് പീസ്. ബോഡി വില വന്നിട്ട് 50,000 രൂപ. ബോഡി ഓൺലി 50,000 രൂപ. വളരെ ഒരു 10,000 ബിലോ ഷട്ടർ അടിച്ചിട്ടുള്ള ഒരു ബോഡിയാണ്. പക്ക നീറ്റ് പീസ്. ഈ 80D തന്നെ നമ്മുടെ 18-135 വെച്ചിട്ട് നമുക്ക് ഏകദേശം നമ്മുടെ ഷോപ്പ് റേറ്റ് വരുന്നത് 40-45 റേഞ്ചിൽ 80D യൂസ് ചെയ്ത ക്യാമറ. അത്യാവശ്യം ഒരു 2-3 വർഷം യൂസ് ചെയ്തുള്ള ക്യാമറയും നമ്മുടെ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. ഈ ബോഡിക്ക് മാത്രം 50 രൂപ വില വരും. ബോഡി മാത്രം, അതായത് ബോഡിയുടെ നീറ്റ് ഫ്രഷ് കണ്ടീഷൻ വരെ നഷ്ടപ്പെടാത്ത പക്ക നീറ്റ് പീസ്. ഒരു സ്ക്രാച്ച് പോലും ഇല്ല. അതേപോലെ തന്നെ കാനോന്റെ 250D എന്ന് പറഞ്ഞ മോഡൽ ഉണ്ട്. ഇതും 40 രൂപയാണ് വില വരുന്നത്. അതന്നെ. ഇത് വരുന്നത് 1855 STM ലെൻസ് വെച്ചിട്ട് വരുന്നത് 250D എന്ന് പറഞ്ഞ മോഡൽ. അതും നീറ്റ് പീസ് ഉണ്ട് കേട്ടോ. ഇത് 200D Mark II 1855 വെച്ചിട്ട്. ഇത് 250D. ഇത് 200D Mark II. ഇത് 1855 STM ലെൻസ് വെച്ചിട്ട് വില വരുന്നത് 37,000 രൂപ. അതും സീറോ സ്ക്രാച്ച് നീറ്റ് കണ്ടീഷൻ ഉണ്ടോ. കാനോൺ തന്നെ മിറർലെസ്സിൽ നമുക്ക് R10 എന്ന് പറഞ്ഞ മോഡൽ ഉണ്ട്. അത് 18-150 ലെൻസ് വെച്ചിട്ട് നീറ്റ് പീസ്. ഏകദേശം ഒരു 6 മന്ത് കമ്പനി വാറന്റി ഉണ്ട്. 68,000 രൂപ. 18-150 STM ലെൻസ് വെച്ചിട്ട്. R7 നിലവിൽ സ്റ്റോക്ക് ഇല്ല.
അതെത്ര വരും ഏകദേശം നമുക്ക്? അത് ഏകദേശം ഒരു 80 ആ റേഞ്ചിലേക്ക് വരുന്നുണ്ട്. ഓക്കെ. ഇത് വന്നിട്ട് R10 തന്നെ 1845 ലെൻസ് വെച്ചിട്ട്, R10 1845 ലെൻസ് വെച്ചിട്ട് 63 രൂപ, ഏകദേശം ഒരു 1 ഇയറിന്റെ മേലെ വാറന്റി ഉള്ള പീസാണ്. ഇതും സീറോ സ്ക്രാച്ച് ആണ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് മേടിക്കാം. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഷോപ്പ് വാറന്റിക്ക് അപ്പുറം കമ്പനി വാറന്റി ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് മേടിക്കാം. പിന്നെ റീസെയിൽ വാല്യൂ വളരെ അധികമാണ്. R10 സീരീസ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ 2 വർഷം കഴിഞ്ഞാലും നിങ്ങൾക്ക് ഒരു 40, 45 അല്ലെങ്കിൽ 50 റേഞ്ചിൽ വിറ്റ് പോവാവുന്നൊരു ഐറ്റം കൂടിയിട്ടാണ്. ധൈര്യമായിട്ട് മേടിക്കാം. ഇത് കാനോണിന്റെ 100D എന്ന് പറഞ്ഞ മോഡല്. ഇത് ടച്ച് സ്ക്രീൻ ആണ്. വൈഫൈ ഇല്ല എന്നുള്ള ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. പക്ഷെ സീറോ സ്ക്രാച്ച്, നീറ്റ് കണ്ടീഷൻ. ഇത് വീഡിയോ ഒക്കെ വർക്ക് ആവുന്ന ഒരു മോഡലാണ് കേട്ടോ. ഇത് വന്നിട്ട് നമുക്ക് 24,000 വരുന്നത്. 24. ഇതും സീറോ സ്ക്രാച്ച് ആണ്. പിന്നെ ഫംഗസോ കാര്യങ്ങളൊന്നും ഇല്ല. നമ്മുടെ നിന്ന് എടുക്കുന്ന ഏതൊരു ലെൻസിനും 100% നമ്മൾ ഫംഗസ് റിമൂവ് ചെയ്തിട്ടാണ് കൊടുക്കാറ്. ഇത് കാനോണിന്റെ 800D എന്ന് പറഞ്ഞ മോഡല്. ഇത് 25 രൂപയാണ് നമ്മുടെ കയ്യിൽ വരുന്നത്. ഇത് കുറച്ച് ഉപയോഗിച്ചിട്ടുള്ള മോഡലാണ്, അതുകൊണ്ടാണ് 25 രൂപയ്ക്ക് തരുന്നത്. അല്ലെങ്കിൽ ഏകദേശം ഒരു 30-35 റേറ്റ് പോകുന്ന ഒരു മോഡലാണ്. വിലയുള്ള ക്യാമറയാണ്. ഇതും ഫ്ലിപ്പ് സ്ക്രീന്, അതേപോലെ ടച്ച്, വൈഫൈ, വീഡിയോ, AF ഒക്കെ വർക്കാവുന്ന മോഡലാണ് കേട്ടോ. അത്യാവശ്യം മാർക്കറ്റുള്ളൊരു ക്യാമറയാണ്. 25 രൂപയ്ക്ക് എന്ന് പറഞ്ഞാൽ നല്ല ബെസ്റ്റ് പ്രൈസാണ്. ഈ 1.5 ഒക്കെ എടുക്കാൻ പോകുന്ന കസ്റ്റമേഴ്സിനൊക്കെ നല്ലത് 800D എടുക്കുമായിരിക്കും. ഈ വില വെച്ച് നോക്കുമ്പോൾ നല്ല ഓപ്ഷൻ ആയിരിക്കും. നിക്കോണിലേക്ക് വരികയാണെങ്കിൽ നിക്കോണിന്റെ 5300 എന്ന് പറഞ്ഞ മോഡൽ ഉണ്ട്. ഒരു ഏകദേശം ഒരു 20,000 സ്റ്റാർട്ടിങ് വരും. 20-23 ആ റേഞ്ചിലൊക്കെ. 5300 നല്ല വൃത്തിയുള്ള അത്യാവശ്യം മൂവ്മെന്റ് ഉള്ള മോഡലാണ്. അതേപോലെ തന്നെ നിക്കോണിൽ വരുമ്പോൾ അവരെ 3100 അല്ലെങ്കിൽ 5251 അതൊക്കെ ഏകദേശം ഒരു 10 രൂപ, 12 രൂപ, 13 രൂപ റേഞ്ചിലൊക്കെ നിക്കോണിന്റെ ബേസ് മോഡൽ ക്യാമറകളൊക്കെ ഉണ്ട്. 32, 31 ആ മോഡലൊക്കെ 10, 12, 13, 15 ആ റേഞ്ചിൽ കിട്ടാവുന്ന മോഡൽസാണ്. കാനോണിലേക്ക് വരികയാണെങ്കിൽ 60D എന്ന് പറഞ്ഞ മോഡലുണ്ട്. അതൊക്കെ ആകുമ്പോൾ അത്യാവശ്യം നമുക്കൊരു 30, 60 ആ റേഞ്ച്, 50 ആ റേഞ്ചിലൊക്കെ നമുക്ക് നമ്മുടെ ഷോപ്പിൽ വരുന്നത്. അത് 1855 ലെൻസ് വെച്ചിട്ടാണ് വരുന്നത്. പിന്നെ നിക്കോണിലേക്ക് വരികയാണെങ്കിൽ D90 എന്ന് പറഞ്ഞ മോഡലുണ്ട്. D90 ഒക്കെ ഇപ്പോഴും നമുക്ക് സ്റ്റുഡിയോയിലേക്കൊക്കെ പാസ്പോർട്ടൊക്കെ എടുക്കാൻ പറ്റാവുന്ന ഒരു മോഡല്. അതല്ലേ, ഇത് അത്യാവശ്യം മൂവ്മെന്റ് ഉണ്ട് നമുക്ക്. ഇത് വിത്ത് 18-105 ലെൻസ് വെച്ചിട്ട് 12, 13 ആ റേഞ്ചൊക്കെ. 12 രൂപ. അതെ അതെ, ഏകദേശം ഒരു 50 രൂപയ്ക്കൊക്കെ ഞാൻ തന്നെ പുതിയത് വിറ്റിട്ടുള്ള മോഡലാണ്. ഒരു 2010 ആ ടൈമിലൊക്കെ. പിന്നെ 80D എന്ന് പറഞ്ഞ മോഡലുണ്ട്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ 80D 45,000 വിത്ത് 8135 ലെൻസ്. പിന്നെ 70D ഉണ്ട്. 70D ഒക്കെ നമുക്കാകുമ്പോൾ ഒരു 30,000 തരാം. 8135 വെച്ചിട്ട് 30,000. അത്യാവശ്യം മൂവ്മെന്റ് ഉള്ള ഫ്ലിപ്പ് സ്ക്രീൻ, വൈഫൈ അങ്ങനത്തെ മോഡലൊക്കെ വരുന്ന കേട്ടോ. ആ ഒരു ഫീച്ചേഴ്സ് വരുന്നൊരു മോഡൽസാണ് 80D 70D ഒക്കെ. പ്രൊഫഷണലി നമ്മൾ വെഡിങ് ഒക്കെ ചെയ്തിരുന്ന ക്യാമറയാണ്. ഇത് 35 സിഗ്മയുടെ അല്ലേ? ഇത് നിക്കോൺ മൗണ്ട് ആണ്, F മൗണ്ട്. ഇത് 35 രൂപ. അതായത് സീറോ സ്ക്രാച്ച് ലെൻസ് ആണ് കേട്ടോ. നീറ്റ് പീസ്. 1.4 അല്ലേ വരുന്നത്? ഇത് 1.4, 35 1.4 നിക്കോൺ മൗണ്ട്. ഇതിൽ തന്നെ കുറച്ച് യൂസ് ചെയ്തിട്ടുണ്ട്. ഇതാകുമ്പോൾ 30 രൂപ. 35 1.4 ഇത് നിക്കോൺ മൗണ്ട് തന്നെ. ഇനി കാനോണിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 10-20 പീസോളം സ്റ്റോക്ക് ഉണ്ട്. ഇത് വന്നിട്ട് നമുക്കൊരു 22-23 ആ റേഞ്ചിൽ നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. 35 ഒരു 28 വരെ നമ്മുടെ നിലവിൽ സ്റ്റോക്ക് ഇരിക്കുന്നുണ്ട്. 1.4 സിഗ്മയില്. പിന്നെ കാനോണിലേക്ക് വരികയാണെങ്കിൽ 70-40 എന്ന് പറഞ്ഞ ലെൻസ് ഉണ്ട്. F4 ലെൻസ് ആണ്. ഇത് ഫുൾ ഫ്രെയിം L സീരീസ് ലെൻസ് വരുന്നത് നമുക്കൊരു 12,000 രൂപ തൊട്ട് 15 രൂപ, 18 രൂപ വരെ നമ്മുടെ സ്റ്റോക്ക് ഉണ്ട്. ഈ പീസൊക്കെ വരികയാണെങ്കിൽ നീറ്റ് പീസാണ്. ലെറ്റർ ഒന്നും ഫെയ്ഡ് ആവാത്ത പീസ് ഒരു 18 രൂപയ്ക്ക് തരാൻ പറ്റും. പക്ക നീറ്റ് പീസുകൾ. 1740 12,000 രൂപ തൊട്ട് 18 രൂപ വരെ നമ്മുടെ സ്റ്റോക്ക് ഉണ്ട്. ഫംഗസ് കാര്യങ്ങളൊന്നുമില്ല. നീറ്റ് കണ്ടീഷനാണ് വില. കണ്ടീഷൻ അനുസരിച്ച് വിലയിൽ മാറ്റം വരുന്നുണ്ട്. 12 രൂപ എന്നൊക്കെ പറഞ്ഞാൽ ഏകദേശം ഒരു 3-4 കൊല്ലമൊക്കെ ഉപയോഗിച്ചുള്ള പീസായിരിക്കും. 18 രൂപ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഫസ്റ്റ് നീറ്റ് പീസ്. ലെറ്റർ ഫെയ്ഡ് ആവില്ല, ഒന്നിനും ഫംഗസ് ഉണ്ടാവില്ല. ഫംഗസ് ഇല്ലാത്ത നല്ല നീറ്റ് കണ്ടീഷൻ ആയിരിക്കും. സ്ക്രാച്ച് ഒന്നും ഉണ്ടാവില്ല. 70-40. ഇത് 2470 അല്ലേ? ഇത് 2470 2.8 L2 വേർഷൻ 2 ആണ് ലെൻസ്. ഇത് 28 രൂപയാണ് വില. ഇത് കുറച്ച് ലോ കണ്ടീഷനാണ്. നല്ല പീസൊക്കെ വരുമ്പോൾ 45 രൂപ വരും. ഇത് വന്നിട്ട് 27,000 രൂപ. 27. ഇത് 85 1.2 അല്ലേ? ഇത് 85 1.2. ഇതും ഒരു ലോ കണ്ടീഷനാണ്. വർക്കിംഗ് ഒക്കെ പക്കയാണ്. കാണാനുള്ളൊരു ഭംഗിയുണ്ടല്ലോ, അതിന്റെ ഒരു വ്യത്യാസത്തിൽ നമുക്കൊരു പിക്ചർ നല്ല പിക്ചറാണ്. ഈ ലെൻസിന് സ്റ്റെബിലൈസേഷൻ ഇല്ല. അതാണ് ലെൻസിന്റെ ഒരു പ്രോബ്ലം. പണ്ട് നമ്മൾ 1DX Mark IIലൊക്കെ ഏറ്റവും കൂടുതൽ സെയിൽ പോയിട്ടുള്ള ഇത് ഫ്രഷ് ഏകദേശം 1,25,000 അന്ന് വിലയുണ്ട്. ഇത് നമ്മളിപ്പോൾ കൊടുക്കുന്നത് 27,000 രൂപ. വേറെ കംപ്ലൈന്റോ ഫംഗസ് ഒന്നും ഇല്ല. ഇത് 85 1.4 അല്ലേ? ഇത് 1.4.
ഇത് 1.4 വരുന്നത് നമ്മുടെ ഇപ്പോൾ ഒരു 65 രൂപ തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട്. ഒരു 75 വരെ നമ്മുടെ നിലവിലൊരു 4-5 പീസോളം സ്റ്റോക്ക് ഇരിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ പുലികളാണ് ശരിക്കും. ഇപ്പോഴത്തെയും പുലിയാണ്. കാരണം RF ലെൻസ് ഒക്കെ ഏകദേശം ഒരു 2 ലക്ഷം രൂപയുടെ മേലെ വില വരെയാണ്. അപ്പോൾ അതുകൊണ്ട് അത്രയും വിലയിലേക്ക് എടുക്കാൻ പറ്റാത്ത കസ്റ്റമേഴ്സിന് 1.4 ഈ പ്രൈസ് എന്ന് പറഞ്ഞാൽ അഡാപ്റ്റർ യൂസ് ചെയ്യാം. അത്യാവശ്യം സെയിലുള്ള മോഡലാണ്. ഇത് നിക്കോണിന്റെ 105 ലെൻസ് ആണ് 2.8 G ലെൻസ്. ഇത് മാക്രോ വിത്ത് മാക്രോ ലെൻസ്, നീറ്റ് കണ്ടീഷൻ, 38,000 രൂപ. 38 നിക്കോണിലെ മാക്രോ ഏകദേശം ഒരു 70 രൂപയോളം വില വരുന്നുണ്ട്. റയറായിട്ട് വരുന്നതാണ്, അതാണ് ചെറിയൊരു ഡിമാൻഡ്. കാണാത്തൊരു സാധനമാണല്ലോ. അതെ അതെ, റയറായിട്ട് വരുള്ളൂ. ഞാൻ ആദ്യമായിട്ട് കാണാം. 100mm ഉണ്ടോ? 100mm നിക്കോണില്ല, അത് കാനോണ വരുന്നത്. 100mm കാനോണിന്റെ വരുന്നത് നമുക്ക് ഏകദേശം നല്ല ഷോറൂം കണ്ടീഷൻ നമുക്കൊരു 25,000 കൊടുക്കാം. അത് ഈ മറ്റേ ഡോക്ടേഴ്സ് കൊണ്ടുവന്നൊക്കെ അവര് ഡോക്ടർമാരാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ 100 മാക്രോ ലെൻസുകൾ ഉപയോഗിക്കുന്നത്. ഡോക്ടർമാരാണ് ഏറ്റവും കൂടുതൽ. ഇത് നല്ല നീറ്റ് പീസാണ്. കാനോണ്ട നിലവിൽ സ്റ്റോക്ക് ഉണ്ട്. ഞാൻ അടുത്തായിട്ട് കാണിക്കാം. ഞാൻ നേരത്തെ കാണിച്ച നിക്കോണ്ട ഇത് കാനോണ്ട 100mm മാക്രോ 2.8 വരുന്നത്. ഇത് നീറ്റ് കണ്ടീഷനാണ്. ഇത് നമുക്ക് വരുന്നത് 25,000. 25 റെഡ് റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ക കണ്ടീഷൻ. ലെറ്റർ ഒന്നും ഫെയ്ഡ് ആയിട്ടില്ല. 25,000 നമ്മൾ കൊടുക്കാം. നമുക്ക് 85 പലയിടത്ത് ഉപയോഗിച്ചൂടെ ശരിക്കും? 85 ഇത് മാക്രോ ആയതുകൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. നമുക്ക് നോർമലി 85 എടുക്കുന്ന അത്ര ഈസി ആവില്ല. മാക്രോയില് ഫോക്കസിംഗ് ഒക്കെ വരുമ്പോൾ ഫോക്കസിംഗ് പെട്ടെന്ന് ഷിഫ്റ്റ് ആവില്ല. അതെ, ഏറ്റവും നല്ലത് 85 വെഡിങ് ലെവലിലേക്ക് കയറ്റി. പണ്ടൊക്കെ നമ്മൾ വെഡിങ്ങിനൊക്കെ ഉപയോഗിച്ചിരുന്ന മാക്രോയാണ്. ഇനി അത് എനിക്ക് തോന്നുന്നില്ല ഈസി ആയിട്ട് നോർമൽ വെഡിങ്ങിന് അത്ര ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത്. കുറച്ച് ടൈമൊക്കെ എടുത്ത് ചെയ്യേണ്ടതാണ് മാക്രോ ലെൻസ്. അപ്പോൾ നോർമലി ഇപ്പോൾ ഡോക്ടർമാരുടെ ഫേവറേറ്റ് സാധനമാണ് 100mm മാക്രോ. ഇത് സോണിയിലെ 35 ഇത് 2470 F4 ലെൻസ് ആണ്. സോണിയുടെ ഫുൾ ഫ്രെയിം ബോഡിക്ക് പറ്റിയിട്ടുള്ള ലെൻസ്. 2470 സീസിന്റെ ലെൻസ് ആണ് F4. ഇത് നമുക്ക് ഷോപ്പ് റേറ്റ് വരുന്നത് 35,000. അതിൽ തന്നെ 24 105 ഉണ്ട്. ഇത് വന്നിട്ട് 48 ആണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്. നല്ല കണ്ടീഷൻ വരുമ്പോൾ ഒരു 55-60 റേഞ്ചിലേക്കും വരുന്നുണ്ട്. ഇത് 24 G മാസ്റ്റർ വരുന്നത് 1.4. ഇത് ന്യൂ പ്രൈസ് ഇത് 1.4. ഇത് ന്യൂ പ്രൈസ് ഏകദേശം ഒരു 120 ആ റേഞ്ചിലേക്ക് വരുന്നുണ്ട്. 1,20,000 ആ റേഞ്ചിലേക്ക് വരും. നമ്മുടെ ഷോപ്പിൽ ഒരു 85,000 തൊട്ട് സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. ഏകദേശം ഒരു 6 പീസോളം സ്റ്റോക്ക് ഉണ്ട്. അത് വാറണ്ടി ഉള്ള പീസ് ഉണ്ട്, വാറണ്ടി ഇല്ലാത്ത പീസുകളുണ്ട്, ലൈറ്റ് യൂസ് ഉണ്ട്, അങ്ങനത്തെ നല്ല കണ്ടീഷൻ പീസുകളുണ്ട്. ഇത് G മാസ്റ്റർ വരുന്നത്. G മാസ്റ്റർ നമുക്ക് ഷോപ്പ് റേറ്റ് വരുന്നത് ഇന്നത്തെ റേറ്റ് 67,000 രൂപ തൊട്ട് ഏകദേശം ഒരു 1,05,000 വരെ നമ്മുടെ സ്റ്റോക്ക് ഉണ്ട്. 67 എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വാറണ്ടി ഇല്ലാത്തൊരു മോഡലായിരിക്കും. ഒരു 95 തൊട്ട് നമുക്ക് വാറണ്ടിയോട് കമ്പനി വാറണ്ടിയോട് കിട്ടും. പിന്നെ തേർഡ് പാർട്ടി ലെൻസ് ആയിട്ടുള്ള സിഗ്മയിലേക്ക് വരുമ്പോൾ സിഗ്മയുടെ 35 വിത്ത് വാറണ്ടി 55,000, 85 വിത്ത് വാറണ്ടി ടുഡേ റേറ്റ് വരുന്നത് 67. ഇത് വിത്ത് വാറണ്ടിയാണ്. ഏകദേശം ഒരു 10 മന്ത് ഓൾഡ്. പിന്നെ 2470 വരുന്നുണ്ട്, ഒരു 2.8 വരുന്നത്. ഏകദേശം ഒരു 3-4 പീസോളം സ്റ്റോക്ക് ഇരിക്കുന്നുണ്ട്. 2470 ഇതൊരു 55 സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നത്. ഈ സാമിയാങ് ആണെങ്കിലോ? സാമിയാങ് 28,000 1.4 85 ഉണ്ട്. അതേപോലെ അവരുടെ 50 സ്റ്റോക്ക് ഉണ്ട്. 50 അവരെ വെർഷൻ 2 ആണ് സ്റ്റോക്ക് ഇരിക്കുന്നത്. 32 രൂപയ്ക്ക് തരാൻ പറ്റും. സാമിയാങ്ങിന്റെ 24 1.9 എന്ന് പറഞ്ഞൊരു മോഡൽ ഉണ്ട്. അതേപോലെ തന്നെ സാമിയാങ്ങിന്റെ 75 1.9 എന്ന് പറഞ്ഞ മോഡൽ ഉണ്ട്. ഇത് 3 വാറന്റി ഉള്ള പീസാണ്. ഈ വീഡിയോക്കൊക്കെ ഗിംബിലൊക്കെ വെക്കുമ്പോൾ ഒരേ വെയിറ്റ് ആയിരിക്കും. ഒരേ സൈസിന് ഒരേ വെയിറ്റിലാണ് ലെൻസുകൾ ഇറക്കിയിട്ടുള്ളത്. പുതിയ മോഡൽ ലെൻസുകളാണ്. ഇത് 3 നമുക്ക് വാറന്റി ഉള്ള പീസാണ്. നമുക്ക് ഷോപ്പ് റേറ്റ് വരുന്നത് 30,000. എല്ലാം ബോക്സ് ബില്ല് കാര്യങ്ങളൊക്കെ ഉണ്ട്. നീറ്റ് ആൻഡ് കണ്ടീഷൻ. 75 1.9 75 ഉണ്ട്, 24 ഉണ്ട്. നീറ്റാണ്, ലെസ് യൂസ് ആണ്. ഏകദേശം 1 ഇയറിന്റെ മേലെ വാറന്റി ഉള്ള പീസുകളാണ്. ഇത് സോണി മൗണ്ട് ആണ്. വിൾട്രോക്സിന്റെ ലെൻസ് ആണ്. 24 1.8 വരുന്നത്. നീറ്റ് പീസാണ്. 24mm 1.8 സോണി മൗണ്ട്. ഇത് നമുക്ക് ഷോപ്പ് വരുന്നത് 18,000 രൂപ. 24mm. ഇതിൽ തന്നെ 35 വരുന്നുണ്ട് വിൾട്രോക്സിന്റെ. ഇത് നമുക്ക് 17,000 രൂപ വരുന്നത് വിൾട്രോക്സിന്റെ. ഇത് 1.8 ലെൻസിനാണ് കേട്ടോ. വാറന്റി ഒന്നുമില്ലല്ലോ. ഇത് നമുക്ക് ഷോപ്പ് വാറന്റി ഉള്ളൂ. കമ്പനി വാറന്റി കഴിഞ്ഞാണ്. ഷോപ്പ് വാറന്റി 1 മന്ത് ഉണ്ട്. പിന്നെ ബ്ലോക്ക് ലെൻസ് ആയതുകൊണ്ട് തന്നെ വേറെ പ്രത്യേകിച്ച് കംപ്ലൈന്റുകളൊന്നും വരില്ല. പിന്നെ അപ്രച്ചർ റിംഗ് ഒക്കെ വരുന്നുണ്ട് ഇതിൽ. ഇതും തന്നെ നമുക്ക് റിംഗ് വരുന്നതുകൊണ്ട് നമുക്ക് ലെൻസും തന്നെ ഓപ്പണിങ് ഇതിനകത്ത് ചെയ്യാം. അത് 2 ലെൻസ് വരുന്നുണ്ട്. വിൾട്രോക്സിന്റെ എല്ലാ ലെൻസിലും റിംഗ് വരുന്നുണ്ട്. ഇത് വിൾട്രോക്സിൽ നിക്കോണിന്റെ സെഡ് മൗണ്ട് വരുന്നുണ്ട്. സെഡ് സീരീസിൽ വരുന്നത് വിൾട്രോക്സിന്റെ ലെൻസ് 35. ഇത് രണ്ടും 35 ആണ് 1.8. ഇത് നമുക്ക് ഏകദേശം ഒരു 20 അടുത്ത് 18-20 റേഞ്ചിലാണ് 2 ലെൻസുകൾ വരുന്നത്. നീറ്റ് പീസാണ്. ഇതിന് വാറണ്ടി ഉണ്ട് കേട്ടോ. ഏകദേശം നമുക്കൊരു 1 ഇയറിന്റെ മേലെ ഈ 35 വാറണ്ടി ഉണ്ട്. 20,000 രൂപയാണ് ഷോപ്പ് റേറ്റ് വരുന്നത്. സെഡ് മൗണ്ട് ആണ് നിക്കോൺ മൗണ്ട് അല്ലേ? യെസ്. വിൾട്രോക്സിൽ സോണിയിലും നിക്കോണിലും പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഫ്യൂജിയിൽ എക്സ് മൗണ്ടിൽ വരുന്നുണ്ട് വിൾട്രോക്സിന്റെ. ഇത് വരുന്നത് 23 1.4 ആണ് കേട്ടോ.
ഇത് നീറ്റ് പീസ് ആണ്, ഏകദേശം 2 വർഷം യൂസ് ആണ്. ഏകദേശം നമുക്ക് 17,000 രൂപ നമ്മുടെ ഷോപ്പ് റേറ്റ് വരുന്നത്. 17,000 രൂപ. നല്ല നീറ്റ് ഫംഗസ് കാര്യങ്ങളൊന്നും ഇല്ല. എക്സ്മൗണ്ട് ഫിജി 23 1.4 കേട്ടോ. ഇത് സോണി മൗണ്ട് ആണ്. സിഗ്മയില് 1.2 DGD എന്ന് പറഞ്ഞത്. 1.2 35 വേറെ ഉണ്ടാവാൻ വഴിയില്ല, അധികം റയറാണ്. ഇത് 75 രൂപയാണ് വില വരുന്നത്. 35 1.2 DGDN സോണി മൗണ്ട്. ഇത് സോണി മൗണ്ടിൽ തന്നെ 40mm 1.4 DG സോണി മൗണ്ട് ആണ്. DG ആണ്, DGD അല്ല കേട്ടോ. ഇത് നീറ്റ് പീസ് ആണ്. ഇത് നമുക്ക് വില വരുന്നത് 30 രൂപ. പിന്നെ ഇത് നിക്കോണില് 70-300 സെഡ് മൗണ്ട് ആണ്. ടാമറോണിന്റെ കമ്പനി നിക്കോൺ മൗണ്ട്. ഇത് വരുന്നത് 30,000. പിന്നെ സീസിന്റെ ലെൻസിലേക്ക് പോവുകയാണെങ്കിൽ സോണി മൗണ്ട് 35 വരുന്നത് ഒരു 35 രൂപ ഇട്ട് നമ്മുടെ സ്റ്റോക്ക് ഉണ്ട്. 2 പീസുള്ള സ്റ്റോക്ക് ഉണ്ട്. സാമയങ്ങില് 20,000 35 1.4. ഇത് വന്നിട്ട് F2 ലെൻസ് ആണ് 35 1.4. ഇത് 35 രൂപ. ഇത് വിത്ത് വാറന്റികളാണ് കേട്ടോ. വെർഷൻ 2 ആണ്. സാമയങ്ങിന്റെ 35 1.4. ഇത് സിഗ്മയില് 35 DG ലെൻസ് ആണ് കേട്ടോ. പഴയ സീരീസ് ലെൻസ് ആണ്. ഇത് നമുക്ക് ഏകദേശം 25 രൂപ തൊട്ട് നമ്മുടെ ഷോപ്പിൽ സ്റ്റോക്ക് ഉണ്ട്. പിന്നെ വരുന്നത് 50mm 1.4 സാമിയാങ്. ഇത് ഓൾഡ് മോഡലാണ്. ഇത് വരുന്നത് 22,000. ഇതിന്റെ ലേറ്റസ്റ്റ് വെർഷൻ ആണ് 1.4 വെർഷൻ 2 സാമിയാങ്ങില് സോണി മൗണ്ട്. ഇത് 35 രൂപ വിത്ത് വാറന്റി. പിന്നെ നിക്കോണിലേക്ക് വരികയാണെങ്കിൽ Z സീരീസിൽ അവരുടെ നിക്കോണിന്റെ ഒറിജിനൽ ലെൻസ് വരുന്നത് 2470 F4. ഇത് നമുക്ക് ഇപ്പം നിലവിൽ 25 രൂപ തൊട്ട് 32 രൂപ വരെ നമുക്ക് വാറന്റി ഉള്ളതും വാറന്റി ഇല്ലാത്തതായിട്ടുണ്ട്. ഇത് 8135. ഇത് സോണി മൗണ്ട് ക്രോപ്പ് ബോഡിയിലേക്കുള്ള ലെൻസ്. നമുക്ക് 6.4 അതേപോലെ 6.3 അതിലേക്കൊക്കെ വരുന്ന ലെൻസ്, കിറ്റ് ലെൻസ് 25,000. ഇത് സോണിയുടെ ഒക്കെ M4ന്റെയും M3യുടെ ഒക്കെ കൂടെ കിറ്റ് വരുന്ന ലെൻസാണ് 2870. ഇത് 10 രൂപ തൊട്ട് നമ്മുടെ സ്റ്റോക്കിൽ അവൈലബിൾ ആണ്. ഇത് സിഗ്മയില് 30mm 1.4 DCDN. ഇത് നമ്മുടെ 6.4 6.3 അതേപോലെ Z10 അങ്ങനത്തെ ആ മോഡലിൽ ക്രോപ്പ് സൈസ് ബോഡിയിലേക്കുള്ള പറ്റിയിട്ടുള്ള ലെൻസുകളാണ്. 30mm 1.4 2 പീസുള്ള നമ്മുടെ സ്റ്റോക്ക് ഉണ്ട്. 18,000 രൂപയാണ് പീസിന്റെ വില വരുന്നത്. ഫംഗസ് കാര്യങ്ങളൊന്നുമില്ല, നീറ്റ് സ്ക്രാച്ച് കാര്യങ്ങളൊന്നും നീറ്റ് പീസ്. ഇത് ഫ്യൂജിയിലെ എക്സ്മൗണ്ട് വരുന്നത് 16mm 1.4 16mm എക്സ്മൗണ്ട് ആണ് ഫ്യൂജിയിലേക്ക്. ഇത് 18 രൂപ വില വരുന്നത്. ഒക്കെ നീറ്റ് പീസുകളാണ്. ഇത് ടാമറോണിന്റെ 24mm f2.8. ഇത് 12,000 രൂപയാണ്. ഇത് ഈ മൗണ്ട് സോണി മൗണ്ട് 12,000 രൂപ. ഇത് സോണിയില് 55 1.8 കാൾസീസിന്റെ നല്ല ഡിമാൻഡുള്ള പോർട്രേറ്റ് ലെൻസ് ആണ്. ഇത് നമ്മുടെ ഷോപ്പിൽ നിലവിൽ 25 രൂപ തൊട്ട് 45 രൂപ വരെ ഏകദേശം 10 പീസോളം നമ്മുടെ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. 55mm 1.8 ഫുൾ ഫ്രെയിം ലെൻസ് ആണ്. ഇത് സാമിയങ്ങില് 24mm 1.8. ഇത് 22,000 വിത്ത് വാറന്റി. 24mm 1.8 വിത്ത് വാറന്റി ആണ്. ഇത് 18 വൈഡ് ലെൻസ് ആണ്. സോണിയിലേക്ക് ഫുൾ ഫ്രെയിമിലൊക്കെ ഉപയോഗിക്കാം. 2.8 വരുന്നത് 18,000 രൂപ. സോണിയിൽ വരുന്നത് അവരുടെ പ്രീമിയം സീരീസ് ലെൻസ് 85 1.4 G മാസ്റ്റർ. നല്ല വാറന്റി 3 വർഷം വാറന്റിയോട് കൂടിയിട്ട് നമ്മുടെ ഏകദേശം 4-5 പീസ് 6 പീസ് 7 പീസോളം സ്റ്റോക്ക് ഇരിക്കുന്നുണ്ട്. 3 വർഷമാണ് വാറന്റി വരുന്നത്. ഏകദേശം ഒരു 1 month 2 month ഓൾഡ് ലെൻസുകളാണ്. ലെസ് യൂസ് ലെൻസുകളാണ്. 3 വർഷം വാറന്റി ഉണ്ട്. എന്താ റേറ്റ് വരുന്നത്? ഇത് നമുക്ക് 1.5 അതേപോലെ 1 തൊട്ട് 1.5 വരെ നമ്മുടെ സ്റ്റോക്ക് ഉണ്ട്. പുതിയത് 1,20,000 രൂപ. സോണിയില് 70-200 2.8 G2 വെർഷൻ 2 ലെൻസ് ആണ്. നീറ്റ് പീസ് ആണ്. ഈ ട്രൈപോഡ് ഹോൾഡറിന്റെ ഭാഗത്ത് മാത്രം ചെറുതായിട്ട് പെയിന്റ് പോയിട്ടുണ്ട്. ബാക്കിയെല്ലാം നീറ്റാണ്. ഫ്രണ്ട് ഗ്ലാസ് UV ഇട്ട് ഉപയോഗിക്കുന്ന ലെൻസ് ആയതുകൊണ്ട് തന്നെ വേറെ സ്ക്രാച്ച് കാര്യങ്ങളൊന്നുമില്ല. നീറ്റ് ആൻഡ് ക്ലീൻ പീസ്. 70-200 2.8 G2. ഇത് 1,45,000 രൂപ. ഷോപ്പ് റേറ്റ് ഏകദേശം 2.15 അടുത്ത് വില വരും. നമ്മുടെ ഷോപ്പിൽ വരുന്നത് 1,45,000 രൂപ. അഴിക്കാത്ത ലെൻസാണ്. ഫംഗസ് കാര്യങ്ങളൊന്നുമില്ല. അതേപോലെ തന്നെ കാനോണിലേക്ക് വരികയാണെങ്കിൽ തന്നെ മിറർലെസ്സിലേക്ക് പറ്റിയുള്ള RF ലെൻസ് 70-200 2.8. ഇത് വെറും 6 month ഓൾഡ് ആണ്. നമുക്ക് കമ്പനി വാറന്റി ഒരു 1.5 വർഷം വാറന്റി ഉണ്ട്. ഇത് ബോക്സ് ബില്ല് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. RFന്റെ 70-200 2.8. ഇത് വരുന്നത് 1,70,000 രൂപ. ഫ്രഷ് 2,15,000 ആ റേഞ്ച് വരുന്നുണ്ട്. അത് 2.5 അടുത്ത് വില ഉണ്ടായിരുന്നു. ഇപ്പൊ പ്രൈസ് ഡ്രോപ്പ് വന്നാണ്. അതേപോലെ തന്നെ നിക്കോണിലും നമുക്ക് സെറ്റ് സീരീസിൽ മിറർലെസിന്റെ ലെൻസ് വരുന്നുണ്ട് 70-200. ഇത് 2 year യൂസ് ആണ്. നീറ്റ് പീസ് അല്ല. ഇത് 75 രൂപ. 75,000 രൂപ. 2.8. അതായത് കാനോൺ നിക്കോൺ സോണി 3 സീരീസിൽ നമുക്ക് മിറർലെസ്സിലേക്ക് പറ്റിയിട്ടുള്ള ഡയറക്റ്റ് മൗണ്ട് ലെൻസുകളാണ്. സോണിയിലെ G മാസ്റ്റർ 70-200, കാനോണില് 70-200 2.8 RF, നിക്കോണില് Z 70-200 2.8. മൂന്നും നമ്മുടെ അവൈലബിൾ ആണ്. എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ പീസ്.
നിങ്ങളെ കറക്റ്റ് ഷോപ്പിന് ലൊക്കേഷൻ കൂടി ഒന്ന് പറഞ്ഞോളൂ. നമ്മുടെ ഷോപ്പ് വരുന്നത് തൃശ്ശൂര് മാതൃഭൂമി ഓഫീസിന്റെ ബാക്ക് സൈഡ്, KSRTC ബസ് സ്റ്റാൻഡിന്റെ തൊട്ടടുത്താണ് മാതൃഭൂമി ഓഫീസിന്റെ തൊട്ട് പുറകില്. അപ്പോൾ ക്യാമറ വാങ്ങാനും വിൽക്കാനും കോൺടാക്ട് ചെയ്യാം. ധൈര്യമായിട്ടും വിളിച്ചോ, ഫുൾ സപ്പോർട്ട് നമ്മുടെ ഭാഗത്തുനിന്നാവും. 1 മന്ത് നമ്മുടെ ഷോപ്പ് വാറണ്ടി ഉണ്ട്. എല്ലാം നീറ്റ് പീസുകളാണ് നമ്മൾ സെല് ചെയ്യാറ്. വില കുറവിന്റെ പേരിലല്ല, നമ്മൾ കൊടുക്കുന്ന സാധനങ്ങൾ നല്ല സാധനങ്ങൾക്ക് നല്ല വില വരും. കണ്ടീഷൻ മോശമാണെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രൈസ് ഡ്രോപ്പും വരും. അപ്പൊ ഐറ്റം നിങ്ങൾ കസ്റ്റമർ നോക്കി സെലക്ട് ചെയ്തെടുക്കുക.